ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 243. നമ്മൾ 56-ാമത്തെ ഉപനിഷത്തായിട്ട് മുണ്ടകോപനിഷത്താണ് നോക്കുന്നത്. അതിൽ മുണ്ടകം 3 ഖണ്ഡം 1 ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ആ ബ്രഹ്മത്തെ നമ്മുടെ ശരീരമെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഒന്നിൽ പറയുകയാണ്, മനുഷ്യ ശരീരം ഒരു വൃക്ഷം പോലെയാണ്. ഈശ്വരനും ജീവാത്മാവും, ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവും ജീവാത്മാവും സദാ ഒന്നിച്ചു കഴിയുന്നു. ഈ ശരീരത്തിൽ ജീവാത്മാവ് പരമാത്മാവ് ശരീരത്തെ ഒരു വൃക്ഷമായിട്ടും ജീവാത്മാവിനെ പരമാത്മാവിനെ 2 പക്ഷികളായിട്ടും കൂട്ടുകാരികളായ പക്ഷികളായിട്ടും ആണ് 2 പക്ഷികൾ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവ ശരീരമാവുന്ന വൃക്ഷത്തിൻ്റെ ഒരു പൊത്ത്, ആ പൊത്ത് ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കുകയാണ്. അതിൽ ജീവാത്മാവ് എന്ന് പറയുന്നത്, അതായത് ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന ശരീരം ആ വൃക്ഷത്തിലെ ഫലമാകുന്ന, ആ വൃക്ഷത്തിലുണ്ടാകുന്ന ഫലങ്ങൾ ഏതുപോലെയാണ്? കർമ്മഫലങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളാണ്. ആ കർമ്മഫലം സുഖവും ദുഃഖവും എല്ലാം കൂടി ചേർന്നതാണ്. അത് ആസക്തിയോടുകൂടിയും വിദ്വേഷത്തോടുകൂടിയും അനുഭവിക്കുന്നു. ആ ഫലം നല്ല സുഖമുള്ളതാകുമ്പോൾ ആസക്തിയോട് അത് ആസ്വദിക്കും. അത് ദുഃഖം നൽകുന്നതാണെങ്കിൽ വിദ്വേഷമുണ്ട്, ദേഷ്യമുണ്ട് എല്ലാവരോടും. എന്നാൽ ആ ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവ് ഈ ഫലത്തിലൊന്നും കർമ്മഫലത്തിലൊന്നും ലേശം പോലും ബന്ധം പുലർത്താതെ കേവലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാക്ഷി പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിലെ 2 പരമാത്മാവും ജീവാത്മാവും എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്ലാനാണ്. അതായത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എപ്പോഴും ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാന് വേണം, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പാചകക്കുറിപ്പ് വേണം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോഴുള്ള പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഏതുപോലെ എന്നാൽ നമ്മളെ കോടതികളിലെല്ലാം ഒരു നിയമപുസ്തകം ഉണ്ടാവും. ആ നിയമപുസ്തകം എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും കൂടിയതാണ്. ക്രിമിനലും സിവിലും എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. പക്ഷെ അതെടുത്തിട്ട് ആരും നോക്കൊന്നുമില്ല. കാരണം ആ കോടതി ചിലപ്പോൾ ക്രിമിനൽ കോടതിയാണെങ്കിൽ ആ ക്രിമിനൽ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേറെ തന്നെ ഒരു പുസ്തകമായിട്ടുണ്ടാവും. മറ്റേ പുസ്തകം അവിടെ ഉണ്ടെങ്കിൽ അതവിടെ ചുമ്മാ കിടക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്നുള്ള ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യേണ്ട നിയമങ്ങൾ മാത്രം ഒരു പുസ്തകമായിട്ട് ഇറക്കും. ആ പുസ്തകം വെച്ചിട്ടാണ് ആ കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അങ്ങനെ കിടക്കും. ആ പ്ലാനിലെ കർമ്മങ്ങൾ ചെയ്യാൻ, കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, അതിൽ ചെയ്യേണ്ട. അപ്പം ഈ റോഡെല്ലാം പൊട്ടുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യില്ലല്ലോ. നമുക്കതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മൂലക്കുള്ള റോഡിൻ്റെ കുറച്ച് ബാക്കി സ്ഥലമേ ഉണ്ടാവും ചെയ്യാൻ. അപ്പം അതാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ഈ ലോകമാകുന്ന പ്ലാനിൻ്റെ പരമാത്മാവിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ്. ഇത് 2 ഹൃദയത്തിലുണ്ട്. പക്ഷേ ജീവാത്മാവാണ് ആ ചെറിയ അംശം. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് അവിടെ എങ്ങനെ കിടക്കുകയുള്ളൂ. അതുപോലെ പരമാത്മാവ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പരമാത്മാവിലുള്ള പ്ലാനിൻ്റെ ഒരു അംശമാണ് നമ്മളിലൂടെ ചെയ്തു തീർക്കുന്നത്, അതായത് ജീവാത്മാവിലൂടെ. അപ്പം ജീവാത്മാവാണ് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ആ ജീവാത്മാവാണ് ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ടെല്ലാം ചെയ്യുന്നത്. ഇനി 2 ആ മാളത്തിൽ വസിക്കുന്ന ജീവാത്മാവ്, നമ്മളെ ഹൃദയത്തിലുള്ള ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവ് അടുത്തിരിക്കുന്ന പരമാത്മാവിനെ നോക്കുന്നില്ല. ശ്രദ്ധിക്കാതെ ആ ശരീരത്തിൽ എന്തു ചെയ്യുന്നു? അതിനെ ശ്രദ്ധിക്കാതെ ആ ശരീരത്തിൽ ആസക്തനായിട്ട്, ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിലാണ് താല്പര്യം. ഞാൻ ഈ ശരീരമായി എടുത്തുകൊണ്ട്, അപ്പം ശരീരത്തിൽ ആസക്തനായിട്ട് അതുമൂലം എന്തു പറ്റുന്നു?
ലഭിക്കുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഭോഗസുഖങ്ങളെ അനുഭവിക്കും. ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അനുഭവിക്കും. അല്ലാത്തപ്പോൾ നാനാപ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സമയത്ത് ശരീരത്തിന് നല്ല സുഖം കിട്ടും, എപ്പോഴും തിന്നുമ്പോൾ നല്ല സുഖം കിട്ടും. അധ്വാനിച്ച് ചോറുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്, ദുഃഖമാണ്. അതുപോലെ ശരീരത്തിൽ സുഖം കിട്ടുമ്പോൾ അത് അനുഭവിക്കും, അല്ലാതപ്പോൾ അതിന് ദേഷ്യവും കോപവും എല്ലാം വരും. എന്തിന്? ജീവാത്മാവ് ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചു കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ആ പക്ഷിക്ക് അങ്ങനെ അനുഭവം വരുന്നത്. എന്നാൽ ഭഗവാന്റെ കൃപ ലഭിച്ചാൽ ആ പരമാത്മാവ് വിചാരിക്കുകയാണ് ഇവൻ്റെ ജോലിയെല്ലാം തീർന്നു, ഇനിയിപ്പോൾ ഇവനെ തിരിച്ചെടുക്കുക. അതിലാണ് ഞാൻ എന്തെല്ലാം ജോലി ചെയ്ത് തീർക്കണമെന്നുള്ളത്. ഏതിൽ? പരമാത്മാവിൽ. അപ്പം അത് തീരുമാനിക്കുകയാണ് ഇവൻ്റെ ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ കൃപ തോന്നിയാൽ തന്നിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ഈ പരമാത്മാവിനെ അല്ലെങ്കിൽ ആ ഈശ്വരനെ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പം ജീവാത്മാവിന്, ഞാനെന്ന ജീവാത്മാവിന് എൻ്റെ കർമ്മമെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത് അടുത്ത് തന്നെ ഒരു കക്ഷി ഇരിക്കുന്നുണ്ട്, ആര്? പരമാത്മാവ്. അപ്പോഴവൻ ചിന്തിക്കുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ആ പരമാത്മാവാകുന്ന പ്ലാൻ അനുസരിച്ചാണ് ഞാൻ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത്. ആ പരമാത്മാവായി തന്നെയാണ് ഞാനായിട്ടും ഈ നാട്ടിലുള്ള ശത്രുവായിട്ടും മിത്രമായിട്ടും എല്ലാമായിട്ടും വന്നിരിക്കുന്നത് എന്നുള്ള സത്യം, ആ മാഹാത്മ്യം അദ്ദേഹം മനസ്സിലാക്കി അതിൽ ആകൃഷ്ടനായി മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശോകദുഃഖങ്ങളെല്ലാം അപ്പോൾ അവസാനിക്കും. അതുവരെ അവൻ്റെ ജീവിതം ദുഃഖമാണ്, എപ്പോഴെങ്കിലും ഒരു സുഖം കിട്ടും. പക്ഷേ ഈ സത്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് തിരിയുമ്പോൾ പിന്നെ അവനെന്തില്ല? സുഖദുഃഖങ്ങളില്ല. സുഖദുഃഖങ്ങൾ ഏതിനാവുള്ളത്? ശരീരമാകുന്ന ആ ഫലത്തിലൂടെയാണ് ലഭിക്കുന്നത്. കഴിക്കുന്ന ഫലവും ഉണ്ടാവും, മതിർക്കുന്ന മാങ്ങ പോലുള്ളിയും ഉണ്ടാവും. ഇനി 3, അങ്ങനെ തൻ്റെ കൂടെ വസിക്കുന്ന ആ പരമാത്മാവിനെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട്, പിന്നെ എപ്പോഴും അത് അതിനെ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖമായിട്ട് പോകുന്നു. അപ്പം എപ്പോഴാണ് അതിനെ മനസ്സിലാവുന്നത്? പിന്നെ അത് അതിൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ടാണ് പോകുക. ഭൗതിക ലോകത്തിലേക്ക് പിന്നെ തിരിക്കില്ല, ഉള്ളിൽ തന്നെ തിരിക്കും. ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മാവിലേക്ക് ജീവാത്മാവ് മുഖം തിരിക്കും. അപ്പോൾ അഖിലത്തിൻ്റെയും നിയന്താവായ, ആദിക്ക് കാരണമായ, ഇതിൻ്റെ എല്ലാം സൃഷ്ടിക്ക് കാരണമായ, സമ്പൂർണ്ണ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിലുള്ള ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കും. അതിലൂടെ അവൻ്റെ പാപപുണ്യങ്ങളെല്ലാം നശിച്ച് നിർമ്മലമായ പരമാത്മാവിനെ അവൻ പ്രാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേരെ മുഖം തിരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ഇനി 4, സർവവ്യാപിയായ പരമേശ്വരൻ തന്നെ അഖിലത്തിൻ്റെയും പ്രാണനാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണൻ, ഞാനെന്ന ചിന്തയുണ്ടാക്കുന്നത് ആര് തന്നെയാണ്? ഈ ഉള്ളിൽ കിടക്കുന്ന മിണ്ടാതിരിക്കുന്ന പക്ഷി രൂപത്തിലുള്ള പരമാത്മാവ് തന്നെയാണ്. അത് തന്നെയാണ് ഈ ജീവാത്മാവിനെല്ലാം ജന്മം കൊടുത്തിട്ട് അതിനുള്ള പ്ലാനുകളെല്ലാം ഉണ്ടാക്കിയിട്ട് നീ ഇതുപോലെ പോകുന്നു പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് പക്ഷെ ഒന്നും അറിയാതെ ഭാര്യ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് സർവവ്യാപിയാണ്. ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അതുകൊണ്ട് എല്ലാ ജീവിയിലുള്ള പ്രാണനും ആ പരമാത്മാവ് തന്നെയാണ്. ശരീരത്തിൻ്റെ എല്ലാ ചേഷ്ടകളും പ്രാണനിലൂടെയാണ് സംഭവിക്കുന്നത്. പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുമ്പോഴാണ് ഈ ശരീരം പല ചേഷ്ടകൾ കാണിക്കുന്നത്. ജീവനുള്ളപ്പോൾ, പ്രാണൻ ശരീരത്തിൽ കടക്കുമ്പോഴാണ്, പ്രാണനുള്ളപ്പോഴാണ് അല്ലെങ്കിൽ ജീവനുള്ളപ്പോഴാണ് ഈ ജീവജാലങ്ങളെല്ലാം എല്ലാ ചേഷ്ടകളും നമ്മളെല്ലാം കാണിക്കുന്നത്. അതുപോലെ വിശ്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ പരമാത്മാവിൻ്റെ ശക്തി കൊണ്ട് സംഭവിക്കുന്നു. പ്രാണനാണ് നമുക്ക് ചേഷ്ടകൾക്ക് പിന്നിലെങ്കിൽ ഈ വിശ്വത്തിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ശക്തി ആ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. അതാണ് വിശ്വത്തിൻ്റെ എല്ലാ ചേഷ്ടകൾക്ക് പിന്നിലുള്ളത്.
എല്ലാ ജീവികളുടെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെ തേജസ്സുണ്ട്. നമ്മിലെല്ലാം നമുക്ക് എന്തെങ്കിലും തേജസ്സുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ നിന്ന് ലഭിച്ചതാണ്. അദ്ദേഹം തന്നെയാണ് ആ തേജസ്സിലൂടെ നമ്മളിലൂടെ പ്രകാശിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിലൂടെ എന്തോ പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തേജസ്സിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ജീവജാലങ്ങളിൽ എന്തെല്ലാം അവന് ക്വാളിറ്റീസും അതിനുള്ള തേജസ്സും ഉണ്ടോ, അവനിലൂടെ എന്തെല്ലാം പ്രകാശിക്കുന്നുണ്ടോ, കലാവാസനകളോ എന്തോ ആകട്ടെ, അതെല്ലാം ആ ശക്തി തന്നെയാണ് പ്രകാശിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനി ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് അഹങ്കരിക്കാൻ തോന്നില്ല, ഞാൻ എന്തോ ആണ് എന്ന് തോന്നില്ല. കാരണം എല്ലാം അതാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നു. അപ്പം പിന്നെ അവൻ്റെ വർണ്ണാശ്രമധർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മം അനുഷ്ഠിച്ചിട്ട്, വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ ജനിക്കുമ്പോൾ 4 തരത്തിലുള്ള ജീവജാലങ്ങളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബുദ്ധി കൊണ്ട് ജീവിക്കേണ്ടവർ, ധീരത കൊണ്ട് ജീവിക്കേണ്ടവർ, സാധാരണ കർമ്മങ്ങളെല്ലാം ജീവിക്കേണ്ടവർ, സേവനം ചെയ്യേണ്ടവർ, ഇങ്ങനെ 4 തരത്തിലാണ്. അത് ഓരോ വീട്ടിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർ ഏത് ശരീരപ്രകൃതി, മാനസിക പ്രകൃതിയാണോ, സ്വഭാവമാണോ അവനുള്ളത്, അതിനനുസരിച്ച കർമ്മങ്ങൾ അവർ ചെയ്തിട്ട് എല്ലായ്പ്പോഴും അന്തരാമിയായ ഭഗവാനിൽ അവൻ ക്രീഡിക്കുന്നു. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുന്നവര് അവൻ ചെയ്യേണ്ട, അവനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്, അത് അവൻ അങ്ങ് ചെയ്തു കൊടുത്തേക്കും. എന്നിട്ട് എപ്പോഴും ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെ അതിൽ രമിച്ചുകൊണ്ട് ഇരിക്കും. അത്തരം ബ്രഹ്മജ്ഞാനികൾ ശ്രേഷ്ഠരാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് ശ്രേഷ്ഠർ. എനിക്ക് വേണ്ടി എന്നല്ല, എല്ലാം അതിനു വേണ്ടി ഞാൻ എൻ്റെ കർമ്മം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് 5 പറയാണ്, എല്ലാവരുടെയും ഉള്ളിൽ അന്തരാമിയായ ഹൃദയത്തിൽ അത് വസിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ആ പരബ്രഹ്മ പരമേശ്വരൻ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തനാവിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ദോഷമില്ലാതെ ഒരുത്തിന് മാത്രമേ, ഏറ്റവും നിർമ്മലമായ ശുദ്ധമായ മനസ്സോടുകൂടിയവന് മാത്രമേ ആ പരമാത്മാവിനെ, ഉള്ളിലുള്ള പരമാത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവന് അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മളെല്ലാം അഹങ്കാരികളാണ്, ഞാനെന്ന ഭാവമുള്ളവനാണ്. ഞാനെന്ന ഭാവമുള്ളപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കക്ഷീനെ മനസ്സിലാക്കാൻ പറ്റില്ല. സദാ സത്യപ്രഭാഷണം, അതിന് വേണ്ടത് എപ്പോഴും സത്യം പറയുക. തപസ്, അതായത് ഒരു കാര്യത്തിൽ ഉറച്ച് അതിനു വേണ്ടി തന്നെ മുന്നോട്ടേക്ക് പോവുക. നമുക്കോരോ കർമ്മങ്ങളുണ്ട്, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവുക. സംയമനം, എല്ലാ കാര്യങ്ങളും സംയമനം. ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തെന്ന് തീർത്തു കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട. സ്വാർത്ഥം ത്യജിക്കണം, എനിക്ക് എന്ന ചിന്ത ത്യജിക്കണം. ബ്രഹ്മചര്യം മുതലായവ, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടമാണ്. എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായത് ആ ശക്തിനെ പറ്റി പഠിക്കുവാൻ ശ്രമിക്കുക. അതിലൂടെ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെല്ലാം കളിപ്പിക്കുന്ന ശക്തിയെപ്പറ്റി മനസ്സിലാക്കിക്കുക. ഇതാണ് ബ്രഹ്മപ്രാപ്തിക്കുള്ള വഴി. ഇതിന് വിപരീതമായി ഭോഗസുഖങ്ങളുടെ പിന്നാലെ നീങ്ങുന്നവർക്ക് അവരെന്താ ചെയ്യുന്നത്? തൻ്റെ വീര്യത്തെയെല്ലാം നശിപ്പിക്കും. ഭോഗസുഖത്തിന് വേണ്ടി നടക്കുമ്പോൾ തന്നിലുള്ള വീര്യത്തെ രക്ഷിക്കാൻ കഴിയാത്തവൻ, അവിവേകിയായ അത്തരം മനുഷ്യര് ആ പരമാത്മാവിനെ അനുഭവിക്കുവാനാകില്ല. അവർക്കൊന്നും ആ പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ആ പരമാത്മാവിൽ താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അതിലേക്ക് തിരിയാതെ എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി അയാൾ ചിന്തിക്കുന്നേയില്ല. അയാളെപ്പോഴും ഞാൻ എൻ്റെ ശരീരം എന്ന ചിന്തയായിട്ട് നടക്കുകയാണ്. സത്യം ജയിക്കും, കള്ളം വിജയിക്കില്ല. എപ്പോഴും സത്യമേ ജയിക്കും, കള്ളം വിജയിക്കാൻ പോകുന്നില്ല. പരമമായ സത്യം എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. പരമമായ സത്യമാണ്, സത്യസ്വരൂപമാണ് ഈ പരമ പുരുഷോത്തമൻ. ആയതിനാൽ അദ്ദേഹത്തെ പ്രാപിക്കാൻ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ സത്യത്തെ പ്രതിഷ്ഠിക്കണം. ബ്രഹ്മമാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എപ്പോഴും
സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ മാത്രമേ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മിഥ്യാപ്രഭാഷണം പാടില്ല, വേണ്ടാതെ വാരേടിയൽ ഒഴിവാക്കണം, ദമ്പ് പാടില്ല, കാപഠ്യം എന്നിവ. അതിലൂടെ എപ്പോഴെങ്കിലും ചെറിയ ഉന്നതിയെല്ലാം ലഭിച്ചെന്ന് വരും. ദമ്പ് കാണിച്ചിട്ടും വാക്ക് വെറുതെ വാരക പിടിച്ചുകൊണ്ടും എന്തെങ്കിലും ചെറിയ ഫലത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സമൂഹത്തിൽ ദമ്പെല്ലാം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്തോ ആണെന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒടുവിൽ നിരാശയായിരിക്കും ഫലം. പക്ഷെ അത് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തല്ലോ അതുകൊണ്ട് നേടാൻ പോകുന്നുണ്ട്. ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. അവയിലൂടെ അവർക്ക് അല്പസ്വല്പം ലാഭം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാൻ, വെറുതെ സൊള്ളെല്ലാം പറഞ്ഞത് കൊണ്ട് ഒരു അല്പം എന്തെങ്കിലും സുഖം, ചിലപ്പോഴും മനസ്സിനൊരു സന്തോഷം കിട്ടിയേക്കാം. എന്നാൽ അതിൻ്റെ പരിണാമം ശുഭമല്ല. കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ എന്ത് പറയാൻ തുടങ്ങും? ചുമ്മാ അവൻ വാരയടിക്കുന്നതാണ്. പിന്നെ അവനെ കാണുമ്പോൾ തന്നെ അല്ലേ അവർക്ക് അവജ്ഞയാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പരിണാമം ശുഭമല്ല. അതിനാൽ ഒടുവിൽ സത്യം സത്യമായും കളവ് കളവായും തന്നെ അവശേഷിക്കും. എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവസാന കാലത്തുമ്പോൾ ജനത്തിന് തിരിച്ചറിയാതെ സത്യം പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതിനാൽ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന നിലയെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സത്യപ്രഭാഷണത്തോടും സദാചാരത്തോടും ജീവിക്കണം. അത് മാത്രമേ പരമാത്മാവിനെ പ്രാപിക്കുവാനുള്ള സാധകമായിട്ടുള്ളൂ. അപ്പോൾ പരമാത്മാവിനെ പ്രാപിക്കുവാനുള്ള സാധനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ്? സത്യം, സത്യപ്രഭാഷണം, അഹങ്കരിക്കാതിരിക്കുക, കാപഠ്യമില്ലാതിരിക്കുക. ഇതെല്ലാം ആ പരമാത്മാവിനെ പ്രാപിക്കാൻ അത്യാവശ്യമായിട്ടുള്ള സനാതനമായ കർമ്മങ്ങൾ. ഇനി 7, ഈ പരമാത്മ പുരുഷോത്തമൻ എല്ലാറ്റിനേക്കാളും വലുതാണ്, മഹാനാണ്, ദിവ്യനാണ്, അലൗകികനാണ്, അചിന്ത്യസ്വരൂപനാണ്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതിൻ്റെ സ്വരൂപം മനസ്സ് വഴി ചിന്തിക്കുവാൻ പറ്റില്ല. അത് ഏത് രൂപത്തിലുള്ളതാണെന്ന് അതിന് രൂപവും ഭാവമില്ല. അതിനോട് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ സംഗതിയാണ്. അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഒരാളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട്. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണെങ്കിലും നമ്മളെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട്. അവൻ എപ്പോഴും പൂർണ്ണനാണ് താനും. അതുകൊണ്ട് നമ്മളകത്തുള്ളത് പൂർണ്ണമാണോ? അല്ല. അവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം കൂടിയതാണ് അവൻ. അതാണ് പൂർണ്ണൻ എന്ന് പറയുന്നത്. എല്ലാം കൂടിയതാണത്. അല്ലാതെ നമ്മുടെ ഉള്ളിലൊരു പൂർണ്ണൻ, വേറെത്തൻ്റെ ഉള്ളിൽ പൂർണ്ണമായ ഒരു ബ്രഹ്മം, അങ്ങനെയില്ല. ഇതെല്ലാം കൂടിയായാലേ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് സർവവ്യാപി എന്ന് പറയുന്നത്. അദ്ദേഹമില്ലാതെ ഒരിടവും ഈ പ്രപഞ്ചത്തിലില്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തിലും അവൻ തന്നെയാണുള്ളത്. അതുകൊണ്ട് അവനെ അന്വേഷിച്ചിട്ട് വേറെ ഇടം പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈശ്വരനെ അന്വേഷിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഒന്നും ഒരു അർത്ഥവും ഇല്ല. കാരണം അവനെവിടെ തന്നെ ഉണ്ട്, നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അവനെ കണ്ണിനാൽ മനസ്സിലാക്കാൻ ദർശിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ടൊന്നും അവനെ കിട്ടില്ല. മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റിന്ദ്രിയങ്ങളെ കൊണ്ടോ കണ്ണ്, ചെവി കൊണ്ടോ നാക്കൊണ്ടോ നക്കി നോക്കാനെല്ലാം പറ്റില്ല. തപശ്ചര്യ, കർമ്മം മുതലായവ കൊണ്ട് പ്രാപിക്കുവാൻ, തപസ്സനുഷ്ഠിച്ചത് കൊണ്ടോ കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടോ അവനെ പ്രാപിക്കാൻ പറ്റില്ല. ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തപസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടൊന്നും നടക്കില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതുകൊണ്ടെന്ന് വേണം അവനെ എല്ലാ ഭോഗങ്ങളിൽ നിന്നും മുഖം തിരിച്ച്, എല്ലാ ഭൗതിക സുഖങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച്
ആഗ്രഹരഹിതനായിട്ട് ഒരിതിലും ആഗ്രഹമില്ലാതെ, അതാണ് വിശുദ്ധനായി അന്ധകരണം വഴി നമ്മുടെ അന്ധകരണം മനസ്സിലൂടെ ബുദ്ധിയിലൂടെ നിരന്തരമായ ധ്യാനത്തിലൂടെ പിന്നെ ജ്ഞാനത്തിലൂടെയും അതിനെപ്പറ്റി ഒരു ബോധമുണ്ടാകണം. എന്ത് ഏതോ ഒരു ശക്തി ഉണ്ട്, അതാണ് പ്രപഞ്ചമായി മാറിയത്, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ഒരു ജ്ഞാനത്തിലൂടെ നിർമ്മലതയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ കഴിയും. ദർശിക്കാൻ കഴിയുന്ന പറഞ്ഞാൽ ചെയ്യാൻ രൂപത്തിലൊന്നുമില്ല, അതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല, പക്ഷേ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു ശാന്തമായ അവസ്ഥ. എൻ്റെ 9 പറയുന്നു, ഏതൊരു ശരീരത്തിൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വായുക്കൾ പ്രവേശിച്ചിട്ട്, നമ്മൾ ജനിക്കുമ്പോൾ ഈ 5 വായുക്കൾ നമ്മളെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. നാഡികളിലൂടെ പ്രവർത്തിക്കുന്നുവോ അവൻ്റെ ശരീരത്തിലെ ഹൃദയത്തിൽ അപ്പോൾ ജീവാത്മാവും കയറിയിരിക്കും. ജീവൻ പോകുമ്പം ജീവാത്മാവും പോവുകയാണ്. നമ്മുടെ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവ് ഈ 5 പ്രാണനുകൾ നമ്മുടെ നാഡികളിലൂടെ വരുമ്പോഴാണ് നമ്മളെ മനസ്സും ബുദ്ധിയെല്ലാം ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ ഞാനെന്നൊരു വികാരം ഉണ്ടാകുന്നത്. അത് ഹൃദയത്തിൽ നിന്നുള്ള നാഡികളിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ അപ്പോൾ ആ ജീവാത്മാവും വസിക്കുന്നു. എല്ലാ അന്ധകരണങ്ങളോടും പ്രാണനോടും കൂടിയാണ് അത് വസിക്കുന്നത്. അതുവഴി എന്ത് പറ്റുന്നുണ്ട്? സാധാരണ മനുഷ്യർക്ക് ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാണുന്നതും കേൾക്കുന്നതിൻ്റെ എല്ലാം പിന്നാലെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ നാനാപ്രകാരത്തിലുള്ള ഭോഗവാസനകൾ വഴി, അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണും, ഒന്ന് മണക്കും, അല്ലെങ്കിൽ രുചിക്കുമ്പോൾ എല്ലാം വരുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഭോഗസുഖങ്ങൾ, ആഗ്രഹ വാസനകളിൽ നമ്മളിൽ ഉടലെടുക്കും. അങ്ങനെ നമ്മുടെ മനസ്സിലെന്തായാലും മലിനമായി തീരും, ശുദ്ധമായി തീരും. ദേഷ്യവും കോപവും എല്ലാം വികാരം എല്ലാം മനസ്സിൽ കയറി വരും. അപ്പോഴവന് പരമാത്മാവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലുള്ള ജീവാത്മാവ് നാഡികളിൽ ഈ പ്രാണനുകളായിട്ട് കൂടിച്ചേർന്നിട്ട് ഇന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഭൗതിക ലോകമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് പ്രാണനെ നിയന്ത്രിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി തിരിച്ചു പോകണം. അതിനാൽ ഭോഗങ്ങളിൽ നിന്നും വിരക്തനായി പരമാത്മ ചിന്തയിൽ മുഴുകണം. അപ്പോൾ മാത്രം അവനെ പ്രാപിക്കും. ഇപ്പം നമ്മളുള്ളിൽ പരമാത്മാവുണ്ട്, ജീവാത്മാവുണ്ട്. ജീവാത്മാവിൻ്റെ കൂടെ പ്രാണങ്ങളുണ്ട്. പ്രാണങ്ങൾ നാഡികളെയെല്ലാം ആക്ടിവേറ്റും കണ്ണിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യും. അപ്പം പലതും കാണും. അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടി നടക്കും. ഉള്ളിലുള്ള പരമാത്മാവാണ് നിശ്ചലമായി നിൽക്കും. ഇതെന്നെല്ലാം പിൻവലിച്ച് പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രാണനെയെല്ലാം നിയന്ത്രിക്കണമെന്നാണ്, അതാണ് പറഞ്ഞത്. പ്രാണനെയെല്ലാം നിയന്ത്രിച്ച് ശരീരത്തെ തന്നെ നിശ്ചലമാക്കുമ്പോഴാണ് ജീവാത്മാവ് ഒതുങ്ങുന്നത്. പ്രാണനും ഒതുങ്ങും. പ്രാണനും ഒതുങ്ങുമ്പം പിന്നെ പരമാത്മാവ് നമുക്ക് അതുമായിട്ട് ചേരാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് നമ്മളും എത്തിച്ചേരും. 10 വിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയ മനുഷ്യൻ ഭോഗങ്ങളിൽ നിന്നും വിരക്തനായി. ഞാൻ പറഞ്ഞു തന്നെ, ഭോഗങ്ങളിൽ നിന്ന് വിട്ട് അന്ധകരണം നിർമ്മലമാകുമ്പോൾ, എന്നിട്ട് നമ്മൾ മനസ്സ്, ബുദ്ധി, ചിത്തമെല്ലാം നിർമ്മലമാകുമ്പോൾ നിരന്തരമായിട്ട് പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരമാത്മപ്രാപ്തി സാധിക്കും. എന്നാൽ കാമത്തോടുകൂടി കാമവികാരങ്ങൾ കാണുകയും കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാമം ഉണ്ടാവുകയും ലോകാഭിലാഷം ഉണ്ടാവുക, ലോകത്തിലുള്ള പല സാധനങ്ങളോടും അഭിലാഷം ഉണ്ടാവുകയും കഴിയുന്നവർ ഏതൊരു ഭോഗസുഖമാണോ ആഗ്രഹിക്കുന്നത് അതാതിൻ്റെ ലോകത്തേക്ക് പ്രാപിക്കുന്നു. ഇത് വേറൊരു തത്വം പറയുകയാണ്. നമ്മളെപ്പോഴും തിന്നാനും കുടിക്കാനും ചിന്തയാണെങ്കിൽ നമ്മളെ ചിന്ത വഴിക്കും. നമ്മൾക്ക് കലയിൽ വാസനയാണെങ്കിൽ കലാകാരൻ്റെ പിന്നാലെ കൂടെ പോകും, ആയിട്ട് പോകും. നമ്മൾ പല കൂട്ടുകാരുമായിട്ട് അങ്ങനെ കറങ്ങി നടക്കണം എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകും. അതെല്ലാം നമുക്ക് സ്ത്രീകളുടെ പിന്നാലെ പോകണം തോന്നിയാൽ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും. അപ്പം നമ്മൾ ചിന്ത ഏത് വഴിക്കാണ് പോകുന്ന അതിൻ്റേതായ ലോകത്തിലേക്ക്
അവരെത്തിച്ചേരും. എന്നിട്ട് അവിടെ കുറേ ആ സുഖം അനുഭവിച്ചെന്നെല്ലാം വരും. അപ്പോൾ ആ ലോകത്തിൽ ആ ഭോഗങ്ങളിൽ ഇരിക്കും. ഇപ്പം തിന്ന് കുടിച്ച് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തിന്ന് കുടിക്കുന്ന ലോകത്തിൽ അങ്ങനെ പോയി തിന്നും കുടിച്ച് അവസാനം കരളെല്ലാം വാടിയിട്ട് അവൻ്റെ ജീവിത ആ ലോകത്തിൽ തന്നെ തീരും. ചിലവർ സ്ത്രീകളെ പിന്നാലെ നടക്കും, ചിലപ്പോൾ കലാകാരന്മാരായിട്ട് നടക്കും, ഒരുപാട് ഓരോ ലോകത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കും. അതിനാൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ മനുഷ്യരെന്ത് വേണം? അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ, ആ വിവേക പുരുഷനെ സേവിക്കണം. നമ്മുടെ ഉള്ളിൽ അന്ധകരണത്തിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, പരമാത്മാവ്, ഒരു ദൃക്സാക്ഷിയെപ്പോലെ. ഇപ്പം ജീവാത്മാവിനെയെല്ലാം ഒതുക്കിയിട്ട് ഭൗതിക ലോകത്തിൽ നിന്നെല്ലാം വിട പറഞ്ഞിട്ട് ആ പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ അവന് ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇപ്പോൾ 2 പക്ഷി മാതിരി പറഞ്ഞുകൊണ്ടുവരും. നമ്മളെ ശരീരം ഒരു വൃക്ഷവും ഹൃദയത്തിൽ 2 പക്ഷികൾ, ഒന്ന് ജീവാത്മാവ്, പരമാത്മാവ്. ഈ ഒരു സമീപനത്തോടു കൂടി ബ്രഹ്മത്തെ, ആ പരമാത്മാവിനെ മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ഖണ്ഡത്തിൽ ചെയ്യുന്നത്.